guys, welcome back to our YouTube channel. ഞങ്ങൾ കുറേ നാളായി സിനിമയ്ക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി നാളായി. ഞങ്ങളല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ്. കുറേ നാളായി പോയിട്ട് അപ്പോൾ ഇന്ന് ഒരു സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങാറ്. ഇവിടെ ഏത് സിനിമയ്ക്ക് ബുക്ക് ചെയ്തതാണ്? ഞാനവിടെ പറഞ്ഞതിന് കുറേ നാളായി പോയിട്ട്. പിന്നെ സുമതി വളവ് എല്ലാവരും പറയുന്നത് നല്ല സിനിമയാണ്. ഡയലോഗാണെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതെവിടെയാ സിനിമ വരുന്നേ? അതെവിടെ സ്ഥലം? അപ്പൊ എടപ്പള്ളിയിലാണ്. ഞങ്ങളാണെങ്കിൽ 10 മണിയുടെ ഷോയ്ക്കാണ് ബുക്ക് ചെയ്തിട്ടില്ലേ? ബുക്ക് ചെയ്തില്ല, കാരണം ഇഷ്ടംപോലെ സീറ്റ് ബാലൻസ് ഉണ്ട്. അപ്പൊ പിന്നെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ഈ പടം ഇറങ്ങിയിട്ട് കൊറേ നാളായി തോന്നുന്നു. അത് കാരണം എല്ലാരും കണ്ടു കഴിഞ്ഞു തോന്നുന്നുണ്ട്. നമ്മള് ലാസ്റ്റ് ഡേ പടത്തിനാ പോയേ. നമ്മള് പോയത് കൊറേ നാളായി പോയിട്ട്. അപ്പൊ അത് കാരണം ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോ ആണെങ്കിൽ ലേറ്റ് ആയി. 9:30 കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങിയപ്പോ. ഞാൻ അവിടെ എത്തുമ്പോ എത്ര മണിയാവോ? പിന്നെ ബ്ലോക്കൊക്കെ കിട്ടി കഴിഞ്ഞാൽ ലേറ്റ് ആവും. ഇതുവരെ വലിയ ബ്ലോക്കൊന്നും കിട്ടിയില്ല. ഞാൻ അവിടെ എത്തുമ്പോ ബ്ലോക്ക് ആവുമെന്ന് അറിയില്ല. ഈ ഡേറ്റിൽ ഞങ്ങൾ ഇതുവരെ പോയിട്ടുമില്ല. ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഡേറ്റിൽ പോകുന്നത് തന്നെ. അത് കാരണം കൊണ്ട് ഞങ്ങൾ മാപ്പ് നോക്കിയിട്ടാണ് പോകുന്നത്. ഞങ്ങള് അതില് നോക്കിയപ്പോ അധികം പേരൊന്നും ഇല്ല ഈ സിനിമയ്ക്ക് അല്ലേ? അതെ, കുറച്ച് നാളായി ഇത് ഇറങ്ങിയിട്ട്. ആകെ 5-6 പേരുള്ളൂ. അത് കാരണം പിന്നെ ബുക്ക് ചെയ്യേണ്ട ധൈര്യത്തിൽ ഞങ്ങൾ പോകുന്നു. അവിടെ എത്തുമ്പോ സീറ്റ് ഞാൻ നോക്കി, സീറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ആകെ 5-6 സീറ്റ് മാത്രമേ പോയിട്ടുള്ളൂ. ഇത് കുറെ നാളായി ഇറങ്ങിയിട്ട്. അത് കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഉള്ളൊരു ആഗ്രഹമല്ലേ, പോയി കണ്ടേക്കാന്ന് വിചാരിച്ചു. കുറെ നാളായി പടത്തിൽ. എന്റെ മാത്രമൊന്നല്ല, ചേട്ടന്റെയും. എനിക്ക് തലയിലിട്ട് വന്നതിന് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ അപ്പൊ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങൾ അവസാനമായിട്ട് കാണാൻ പോയ സിനിമ എന്ന് പറയുന്നത് എമ്പുരാനാണ്. അത് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നപ്പോഴാണ് പോയത്. അപ്പോൾ എൻ്റെ പപ്പയും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് ആ സിനിമയ്ക്ക് പോയത്. അതിനുശേഷം ഞങ്ങൾ പിന്നെ പോയിട്ടില്ല. പിന്നെ സിനിമ കാണാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് കയറി അങ്ങനെ പോകാമെന്ന് വെച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഞങ്ങൾ ലുലു മാളൊക്കെ കണ്ടു. ലുലു മാളിൻ്റെ തൊട്ടടുത്താണ് ഈ തിയേറ്റർ വരുന്നത്. പിന്നെ ഞങ്ങൾ രാത്രിയിലെ ടിക്കറ്റാണല്ലോ ബുക്ക് ചെയ്തത്. എൻ്റെ അവിടെ നാട്ടിലെല്ലാവരും പറയും 6 മണി കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരൊന്നും പുറത്തിറങ്ങില്ല, അങ്ങനെയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളതൊന്നും നോക്കാറില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോഴും അങ്ങനെയൊക്കെ നോക്കണവരുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് തിയേറ്റർ, വനിത എന്നാണ് തിയേറ്ററിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ തിയേറ്ററിലോട്ട് പോകുന്നത്. ഞങ്ങൾ വിചാരിച്ചു ചെറിയ വല്ല തിയേറ്റർ ആയിരിക്കുമെന്ന്. പക്ഷേ ഞങ്ങൾ വിചാരിച്ച പോലെ ഇല്ല. കണ്ടപ്പോൾ ഭയങ്കര വലിയ തിയേറ്ററാണ്, കുറേ സ്ക്രീനൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണം അവിടെ എത്തി ചേട്ടൻ ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കുകയാണ്. അവിടെ വേറെ കുറേ സിനിമകളൊക്കെ ഓടുന്നുണ്ട് കേട്ടോ. അത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് എത്തിയത്. ഞങ്ങൾ കയറി ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും സിനിമ തുടങ്ങി. പിന്നെ അവിടുത്തെ സീറ്റിംഗ് അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര കംഫർട്ടായിരുന്നു. ഞാൻ പോയിട്ടുള്ള തിയേറ്ററിൽ വെച്ചിട്ട് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയത് എനിക്ക് ഈ തിയേറ്ററായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി സിനിമ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഇറങ്ങി. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കുറച്ച് പേടിപ്പെടുത്തുന്ന കുറച്ച് സീൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും കണ്ടില്ല. ആ സീൻ വന്നപ്പോൾ ഞാൻ കണ്ണടച്ചിരിക്കായിരുന്നു. അത് കാരണം ഞാൻ അത് കണ്ടില്ല. അപ്പോൾ സിനിമ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി ഹോർലിക്സ് കണ്ടു. എന്നാൽ പിന്നെ ഹോർലിക്സ് കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഹോർലിക്സ് കുടിക്കാനായിട്ട് കയറി. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ രാത്രിയിലാണ് സിനിമയ്ക്ക് ഇറങ്ങിയിരുന്നത്. അപ്പോൾ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടനാണെങ്കിൽ ഹോർലിക്സ് എടുത്തത് 2 വലിയ ഗ്ലാസ്സിലാണ്. അപ്പോൾ ഞാൻ ഇതുവരെ വലിയ ഗ്ലാസ്സിൽ കുടിച്ചിട്ടില്ല എന്ന് ചേട്ടൻ്റെ അടുത്ത് പറയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.